ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് അധികം പോകാൻ ഇന്ത്യയിൽ നമ്മൾ അനുവദിക്കാറില്ല. ബിക്കോസ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് വയറ്റിൽ കിടന്ന് കുഞ്ഞ് നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇന്ത്യയിൽ 40 വീക്സ് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ദിവസം മുന്നോട്ട് വെയിറ്റ് ചെയ്യാറില്ല. പക്ഷേ US-ലും UK-ലും ഒക്കെ പോളിസി വ്യത്യാസമാണ്. അവർ 42 വീക്സ് വരെ ഈ വെയിറ്റ് ചെയ്യാറുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. അത് അവരുടെ പോളിസിയാണ്. ഇന്ത്യയിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ ഡോക്ടർ സ്മിതി ജോർജ്, ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വി ആർ പ്രഗ്നൻറ്റ് സീരീസിൻ്റെ 4th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഡ്യൂ ഡേറ്റ് എന്താണ്. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയും. ഫസ്റ്റ് ഡേ ഓഫ് ദ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിനാണ് നമ്മൾ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ സപ്പോസ് നമ്മുടെ മാരേജ് September 15th ആയിരുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ പീരീഡ് വന്ന ഡേറ്റ് September 1st ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് September 1st മുതലാണ്. നമ്മുടെ മാരേജ് കഴിഞ്ഞ ഡേറ്റോ കോണ്ടാക്റ്റ് ഉണ്ടായ ഡേറ്റോ ഹസ്ബൻഡ് വന്ന ഡേറ്റ് അല്ല, പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് കൺസെപ്ഷൻ നടക്കുക. ബിക്കോസ് അപ്പോഴാണ് ഓവുലേഷൻ നടക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് മുതൽ 40 ആഴ്ചയാണ് ഒരു ഇൻട്രാ യൂട്രൈൻ ലൈഫ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത്. ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് മുതൽ 40 വീക്സാണ്. ഈ അതുകൊണ്ട് തന്നെ പല കൺഫ്യൂഷൻസും ഉണ്ട്. നമ്മൾ പലരും അമ്മമാരും അതേമാതിരി സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 10 മാസം ചുമക്കുന്നു എന്ന് പറയും. ഈ 10 മാസത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് വന്നു നമുക്കൊന്ന് പരിശോധിക്കാം. മലയാള മാസത്തിൽ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 40 ആഴ്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 280 ഡേയ്സാണ്. 40 × 7. അപ്പോൾ ഈ 280 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? മലയാള മാസത്തിൽ അത് 10 മാസമാണ്. അതുകൊണ്ട് ഈ 10 മാസത്തെ കണക്കും ശരിയാണ്. ഇംഗ്ലീഷ് മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസവും 31 ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കാലണ്ടർ നോക്കുകയാണെങ്കിൽ 9 months 7 daysുമാണ് ഈ പ്രഗ്നൻസി പീരീഡ് വരുന്നത്. എഗെയിൻ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, LMPയിൽ നിന്നാണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ്. ഇനി നമ്മൾ ഈ LMP എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഈ ഓവുലേഷൻ LMP കഴിഞ്ഞ് 2 ആഴ്ചയിൽ കൃത്യം നടക്കും എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. പക്ഷെ പല പെൺകുട്ടികളിൽ നിന്നും ഈ LMPയിൽ നിന്ന് ചിലപ്പോൾ 3 ആഴ്ചയോ 6 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞ് ഓവുലേഷൻ നടക്കുകയും കൺസീവ് ചെയ്ത സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഡേറ്റിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ നമുക്ക് അത്ര ഡേറ്റിന് ആക്യുറസി വരില്ല. പക്ഷേ 11 ആഴ്ചയും 14 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് ഒരു സ്കാൻ ചെയ്യും. അതിലത്തെ ഡേറ്റാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്കാനിങ്ങിനെ ഡേറ്റിംഗ് സ്കാൻ എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ആ സ്കാനിങ്ങിലെ ഡേറ്റ് ഏകദേശം 3 to 5 ഡേയ്സിൻ്റെ എററേ വരുള്ളൂ. അപ്പോൾ ഈ ഡേറ്റിംഗ് സ്കാനിലെ ഡേറ്റിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതി. ബിക്കോസ് അത് കഴിഞ്ഞ് കുട്ടിയുടെ വളർച്ച മുന്നോട്ട് പോകും തോറും ഈ സ്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ കുട്ടിയുടെ തലയുടെ വട്ടം ബൈപാരാമെട്രൽ ഡയമീറ്റർ എടുത്തിട്ടാണ് ബേബിയുടെ വെയ്റ്റും ഡേറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ എറർ വരാം. ഡേറ്റിംഗ് സ്കാനിലെ ഡേറ്റിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഡേറ്റിൽ ഒരു മാറ്റവും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 37 ആഴ്ച ആകുമ്പോഴേക്കും കൊച്ചു മെച്യൂറായി. ഇനി ഈ ഡ്യൂ ഡേറ്റിൽ ജനിക്കുന്നത് ആകെ കൂടി 4% കുട്ടികളാണ് ഈ ഡ്യൂ ഡേറ്റിൽ ജനിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഈ ഡ്യൂ ഡേറ്റിന് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ഡേറ്റ് പറയുന്നത്? ഇറ്റ് ഈസ് എ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുമല്ലോ, ഈ ട്രെയിൻ ആനെ വാലേ കി സംഭാവന ഹേ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവലാണ്. ആ സമയത്ത് വന്നു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ 4% പ്രഗ്നൻസി മാത്രമേ ഡ്യൂ ഡേറ്റിൽ ഡെലിവറി ആവുള്ളൂ. ഒട്ടുമിക്കതും 37 വീക്സ് കഴിഞ്ഞ് അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും ലേബർ പെയിൻ തുടങ്ങാം. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കൺട്രോളിലിരിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് അധികം പോകാൻ ഇന്ത്യയിൽ നമ്മൾ അനുവദിക്കാറില്ല. ബിക്കോസ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് വയറ്റിൽ കിടന്ന് കുഞ്ഞ് നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇന്ത്യയിൽ 40 വീക്സ് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ദിവസം മുന്നോട്ട് വെയിറ്റ് ചെയ്യാറില്ല. പക്ഷേ US-ലും UK-ലും ഒക്കെ പോളിസി വ്യത്യാസമാണ്. അവർ 42 വീക്സ് വരെ ഈ വെയിറ്റ് ചെയ്യാറുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. അത് അവരുടെ പോളിസിയാണ്. ഇന്ത്യയിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ
LMP വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ LMPയുടെ വ്യത്യാസങ്ങൾ വരുന്നത് ഓവുലേഷൻ വൈകി പല പെൺകുട്ടികളിൽ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡേറ്റിംഗ് സ്കാനിലെ ഡേറ്റ് കറക്റ്റ് ആണെങ്കിൽ, കറസ്പോണ്ടിങ് ആണെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ഡേറ്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാനിലെ ഡേറ്റും LMPയുടെ ഡേറ്റുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റോങ് ഡേറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ഒരു കറക്ഷൻ കൊടുക്കും. ഈ ഒരു കാര്യമാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.